എല്ലാവർക്കും നമസ്കാരം. നാളെ കർക്കിടക മാസം പിറക്കുകയാണ്. പുതിയൊരു കാലത്തിൻ്റെ പുതിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ പറഞ്ഞ കർക്കിടക മാസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും സർവ്വവിധ മാലിന്യങ്ങളെയും നീക്കി ഈശ്വരനിലേക്ക് നമ്മളെ കൂടുതൽ അടുക്കാനുള്ള ആ ഒരു പുണ്യമാസം എന്ന നിലയിലാണ് നമുക്ക് ഈ കർക്കിടക മാസം തീർച്ചയായിട്ടും അനുഭവത്തിലേക്ക് വരുന്നത്. ഈ പണ്ട് കാലങ്ങളിൽ കർക്കിടക മാസത്തെ ആ ഒരു പഞ്ഞമാസം എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ ഇന്ന് അത് നമുക്ക് ഭക്തിയുടെയും പുണ്യത്തിൻ്റെയും ആ ഒരു മാസമാണ്. എന്നാൽ ഈ മാസത്തിൽ അധികം ആർക്കും അറിയാത്ത വളരെ രഹസ്യമായ ഒരു വിവരത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, സാധാരണയായി എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ, കടബാധ്യതകൾ തീരാൻ, കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ, അതുപോലെ തന്നെ വിചാരിച്ച കാര്യങ്ങൾ എളുപ്പം നടന്നു കിട്ടാൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും ആളുകൾ പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ എത്ര പ്രാർത്ഥിച്ചിട്ടും പലർക്കും ഫലം ലഭിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ആ ഒരു വാസ്തവം. അതിന് കാരണം നമ്മുടെ പ്രാർത്ഥനയിലെ ഏകാഗ്രതയില്ലായ്മയാണ് ഇവിടെ അതിൻ്റെ ആ ഒരു വില്ലനായിട്ട് മാറുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ വായ കൊണ്ട് നാമം ജപിക്കുമ്പോഴും നമ്മുടെ മനസ്സ് എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് എന്നതാണ് അതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം. എന്നാൽ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായി ഇതിൽ പറയാൻ പോകുന്ന ഈ ഒരു രീതി നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു സംശയത്തിനും ഇടയില്ലാതെ പറയാം, നിങ്ങൾ ലക്ഷ്യം കണ്ടിരിക്കും. യാതൊരു സംശയവും വേണ്ട. ഇതിൻ്റെ ആ ഒരു ഫലപ്രാപ്തി നിങ്ങളുടെ അനുഭവത്തിലേക്കൊന്ന് വന്നു കിട്ടിയാൽ, അതായത് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് വന്നു കിട്ടിയാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ രീതി നിങ്ങളുടെ ജന്മത്ത് മറക്കുകയില്ല. മാത്രമല്ല, എല്ലാ വർഷവും നിങ്ങളിത് കൃത്യമായി ആരോടും ചോദിക്കാതെ തന്നെ പിന്തുടർന്നുമിരിക്കും. പറയാൻ കാരണം, ഇതിൽ പറയാൻ പോകുന്നത് പോലെ പേപ്പറിൽ നിങ്ങൾ ഈ വാക്ക് ആവർത്തിച്ച് 1000 പ്രാവശ്യം എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ഈ വാക്ക് ഈശ്വരനിലേക്ക് നിങ്ങളെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത ശക്തിയോടുകൂടി പ്രവർത്തിച്ചിരിക്കും. അതുകൊണ്ടാണ് ഈ രീതിയെ ലിഖിത ജപം അഥവാ നാമങ്ങൾ എഴുതുക എന്ന രീതിയിൽ ഋഷിവര്യന്മാർ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ കർക്കിടക മാസം 1-ാം തീയതി നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇതിൽ പറയാൻ പോകുന്ന ഈ ഒരു വാക്ക് 1000 പ്രാവശ്യം നിങ്ങൾ എഴുതിയാൽ തീർച്ചയായും ആ കാര്യം നടന്നിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ആ അത്ഭുതകരമായ വാക്ക് ഏതാണെന്നും അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും നമുക്ക് ഇനി അങ്ങോട്ട് നോക്കാം. അതിനു മുൻപ് നമ്മുടെ പൂജാകാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ, കർക്കിടക മാസത്തിൻ്റെ മധ്യഭാഗത്തിൽ നമ്മളിവിടെ മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ നമ്മൾ മുടങ്ങാതെ ചെയ്തു പോരുന്നതാണ്. കഴിഞ്ഞ വർഷത്തിലും തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് പഴയ ആളുകൾക്ക് ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞ പോലെ ഈ വരുന്ന കർക്കിടക മാസം 15-ാം തീയതിയും മുറ തെറ്റാതെ ആ മുറ പോലെ തന്നെ നമ്മൾ മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നുണ്ട്. ഈ മൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കെടുത്താലുള്ള ആ ഒരു പ്രയോജനം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കർക്കിടക മാസത്തിൽ ഈ മൃത്യുഞ്ജയ ഹോമം അങ്ങോട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ സാധാരണ ദിവസങ്ങളിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നതിനേക്കാൾ ഡബിൾ ഇരട്ടി ശക്തിയായിരിക്കും ഇതിനുണ്ടായിത്തീരുക. അതുകൊണ്ട് തന്നെ ഈ മൃത്യുഞ്ജയ ഹോമത്തിൽ നിങ്ങൾക്കൊന്ന് പേരും ജന്മനക്ഷത്രവും തന്നിട്ടൊന്ന് പങ്കെടുക്കാനായാൽ നിങ്ങളുടെ മൃത്യുരേഖ വരെ മാഞ്ഞു പോകും എന്നതാണ് അനുഭവത്തിൽ നിന്നും ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനർത്ഥം മരണമില്ലാതെയായി തീരുമെന്നല്ല ഈ പറയുന്നത്. കഷ്ടകാലം, അതായത് മരണത്തിന് തുല്യമായിട്ടുള്ള കഷ്ടകാലം ഒഴിഞ്ഞു പോകുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് പറയാൻ കാരണം, ഇതിന് യോഗ്യതയുള്ളത് മഹാദേവന് മാത്രമാണ്. കാരണം മഹാദേവന് ജനനവുമില്ല, മരണവുമില്ല, ആദ്യവുമില്ല, അവസാനവുമില്ല. അങ്ങനെയാണ് ആ ശക്തി നിലകൊള്ളുന്നത്. അതുകൊണ്ട് ആ ശക്തിക്ക് മാത്രമേ നമ്മളെ നമ്മുടെ ജീവിതത്തിലെ നിത്യദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ഈ കഷ്ടകാലം വളരെയധികം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ കൊടുമ്പിരിക്കൊണ്ട് നിൽക്കാൻ പോകുന്ന ഈ കർക്കിടക മാസക്കാലത്ത് ഈ മൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കെടുക്കുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആ ഒരു മഹാഭാഗ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇതിൽ പങ്കെടുക്കണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പറയാൻ കാരണം, ഇതിൽ നിങ്ങളൊന്ന് പങ്കെടുത്ത് കഴിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആ ഒരു ഫലപ്രാപ്തി, അല്ലെങ്കിൽ ഇത് ഇത്രയും വലിയൊരു കാര്യമാണോ എന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. എന്നെ സംബന്ധിച്ച് ഇവിടെ ഓൾറെഡി
മൃത്യുഞ്ജയ ഹോമത്തിൽ ഉൾപ്പെടുത്തണം എന്ന് മെസ്സേജ് തന്നിരിക്കുന്ന അനേകം ആളുകളുടെ പേരും ജന്മനക്ഷത്രവും ഞാൻ ഹോമാഗ്നിയിൽ അർപ്പിക്കുകയാണ്. അങ്ങനെ അർപ്പിക്കുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലെ 2-3 ആളുകളുടെ പേരും കൂടി അതിലൊന്ന് ഉൾപ്പെടുത്തി എന്ന് വെച്ചിട്ട് എനിക്ക് അത്ര വലിയ സമയനഷ്ടമൊന്നും അതിൽ വരാനില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കൃത്യമായി എഴുതി കമൻറ്റ് ബോക്സിൽ തരിക. അതുമാത്രവുമല്ല, എന്നെ സംബന്ധിച്ച് അത് എനിക്ക് കൈവരുന്ന, അതായത് ഈശ്വര സഹായത്തോടു കൂടി അനുഭവിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം കൂടിയാണ്. അങ്ങനെയാണ് ഞാനതിനെ കാണുന്നതും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പൂജാ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാൽ, നാളെ കർക്കിടക മാസം 1-ാം തീയതിയിൽ ആ ഒരു പ്രത്യേക വാക്ക് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്തെന്നാൽ, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് എഴുതാൻ പോകുന്നത് അതിനെക്കുറിച്ച് വള്ളി പുള്ളി തെറ്റാതെ അത് മനസ്സിലാക്കിയതിന് ശേഷം ഇത് എഴുതുമ്പോഴാണ് ഇതിൻ്റെ ഫലപ്രാപ്തി നിങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ വന്നു ചേരുന്നത്. എന്തുകൊണ്ടാണ് നാമം ജപിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം അതൊരു കടലാസിലേക്ക് എഴുതുമ്പോൾ ലഭിക്കുന്നു, അതും പ്രത്യേക സമയങ്ങളിൽ എഴുതുമ്പോൾ ലഭിക്കുന്നു എന്ന് പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഇത് ഈ പറഞ്ഞ കർക്കിടക മാസത്തിൽ അതും 1-ാം തീയതിയിൽ ചെയ്യുമ്പോഴാണ് ഇതിന് ഫലപ്രാപ്തി ഇരട്ടിയാകുന്നത്. പറയാൻ കാരണം, നമ്മളൊരു കാര്യം വായ കൊണ്ട് പറയുമ്പോൾ അതിൽ ശബ്ദം മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു വാക്ക് നാം പേപ്പറിലേക്ക് എഴുതുമ്പോൾ നമ്മുടെ കണ്ണുകൾ അത് കാണുന്നു, അതിനോടൊപ്പം നമ്മുടെ കൈകൾ അതിൽ തന്നെ പ്രവർത്തിക്കുന്നു. അതിനോടൊപ്പം മനസ്സ് ആ വാക്കുകളിലേക്ക് പൂർണ്ണമായും ശ്രദ്ധയെ കേന്ദ്രീകരിക്കപ്പെടുന്നു. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ആ പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, അതായത് മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ, ഒരു കാര്യം ആവർത്തിച്ച് എഴുതുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, അതായത് ഉപബോധ മനസ്സിലേക്ക് വളരെയധികം ആഴത്തിൽ പതിയുന്നതാണ്. അങ്ങനെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് ഊർജ്ജത്തെ നമ്മളിലേക്ക് ആകർഷിക്കാൻ ഈ ലിഖിത ജപത്തിന് ഉറപ്പായിട്ടും സാധിക്കും. മാത്രവുമല്ല, ഈ കർക്കിടകം എന്നത് രാമായണ മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നാളെ മുതൽ നമ്മൾ എഴുതേണ്ട ആ ഒരു വാക്ക് അത് സാക്ഷാൽ ശ്രീരാമസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയായിരിക്കണം. അത് മറ്റൊന്നുമല്ല, ശ്രീരാമജയം എന്ന അതിമനോഹരമായ വാക്ക് തന്നെയാണ്. പക്ഷേ അത് അങ്ങനെ നിസ്സാരമായി എഴുതിയതുകൊണ്ട് പ്രയോജനമൊന്നും കിട്ടണമെന്നില്ല. പകരം ഓം ശ്രീരാമജയം ഇങ്ങനെ കൊട്ടേഷൻ മാർക്ക് ഇട്ടിട്ട് അതിനുള്ളിൽ വേണം ഇതെഴുതാൻ. അങ്ങനെ എഴുതുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അത് നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാകുന്ന രീതിയിൽ ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഈ ബുള്ളറ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതായത് തോക്കിനുള്ളിലെ വെടിയുണ്ട. ആ വെടിയുണ്ട നമ്മൾ ഒരാളുടെ നേരെ നമ്മുടെ കൈകൊണ്ടെടുത്ത് ചുമ്മാ അങ്ങ് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രഹരമാകില്ല. എന്നാൽ അതൊരു റിവോൾവറിൻ്റെ ഉള്ളിലിട്ട് അങ്ങനെ ആ തോക്കിനുള്ളിലൂടെ അത് ചുഴറ്റി എറിയുമ്പോൾ, അതായത് റിവോൾവിങ് ചെയ്ത് കറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ പ്രഹരശേഷി അതിഭയങ്കരമായിരിക്കും. ഈ പറഞ്ഞതുപോലെയാണ് ഇവിടെ ഈ കൊട്ടേഷൻ്റെ ഉള്ളിൽ ശ്രീരാമജയം പ്രവർത്തിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ശ്രീരാമസ്വാമിയുടെ മന്ത്രമാണെങ്കിലും ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രം എന്ന നിലയിലാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. പറയാൻ കാരണം, ഈ രാമനാമം എവിടെയൊക്കെ കേൾക്കുന്നുവോ, എവിടെയൊക്കെ എഴുതുന്നുവോ, അവിടെയെല്ലാം ഹനുമാൻ സ്വാമിയുടെ ആ ഒരു അദൃശ്യമായിട്ടുള്ള സാന്നിധ്യവും കാവലും ഉറപ്പായിട്ടും ഉണ്ടാകും എന്നാണ് അതിൻ്റെ ആ ഒരു വിശ്വാസം. ഇവിടെ ശ്രീരാമജയം എന്ന് നിങ്ങൾ എഴുതുമ്പോൾ, ശ്രീ എന്നത് ഐശ്വര്യത്തെയും രാമ എന്നത് സത്യത്തെയും ധർമ്മത്തെയും, ഇതിൽ ജയം എന്നത് വിജയത്തെയും സൂചിപ്പിക്കുന്നു. അതായത് ഐശ്വര്യവും വിജയവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആ ഒരു സാരാംശം. ഇനി ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞു പോകാം. കേവലം അർദ്ധ മനസ്സോടു കൂടിയോ, അതായത് വേണോ വേണ്ടേ അങ്ങനെയോ, അല്ലെങ്കിൽ ഈ സംശയത്തോടു കൂടിയോ ഇത് ഒരു കാരണവശാലും ചെയ്യരുത്. പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം ഇത് ചെയ്തു തീർക്കുവാൻ. നാളെ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ദേഹശുദ്ധിയും മനഃശുദ്ധിയും വരുത്തുക. അതിനുശേഷം പൂജാമുറിയിൽ നിലവിളക്ക് തെളിക്കണം. ഈ നാമം എഴുതുന്നതിനായിട്ട് പുതിയൊരു നോട്ട് ബുക്കും ഒരു പേനയും കൂടി നിങ്ങൾക്ക് വാങ്ങിച്ചു വയ്ക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ ഉത്തമമായിരിക്കും. അല്ലെങ്കിൽ വീട്ടിലുള്ള ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു ബുക്ക് എടുത്താലും മതി. അതുപോലെ തന്നെ നിലവിളക്കിന് മുന്നിലിരുന്ന് കണ്ണുകളടച്ച് നിങ്ങളുടെ ആ ഇഷ്ടദൈവത്തെ, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീരാമൻ തന്നെ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ച ശേഷം മനസ്സ് ശാന്തമായി നിൽക്കുമ്പോൾ നിങ്ങൾ എഴുതി തുടങ്ങുകയാണ് ഏറ്റവും ഉത്തമം.
എന്നിട്ട് നമ്പർ ഇട്ട് 1 2 3 4 5 6 ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ ഓം ശ്രീരാമ ജയം എന്ന് ആ കൊട്ടേഷൻ മാർക്കിനുള്ളിൽ എഴുതി 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 അങ്ങനെ 1000 പ്രാവശ്യം തികയ്ക്കുക. അതുപോലെ തന്നെ ഇത് എഴുതി തീരുമ്പോൾ, അതായത് പൂർത്തിയാക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന അവിടെ ചൊല്ലുക. അതായത് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി കടങ്ങളൊക്കെ തീർന്ന് ഈ വീട് ഐശ്വര്യപൂർണ്ണമാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി വളരെ പെട്ടെന്ന് കിട്ടണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ അതാണ് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത്. ഇത്രയുമായാൽ പരിപൂർണമായി. ഇതിന് കഴിയാത്തവർക്ക്, അതായത് ഈ ഒറ്റയിരിപ്പിൽ തന്നെ എഴുതി തീർക്കാൻ കഴിയാത്തവർക്ക്, നാളെ ആ ഒരു ദിവസം, അതായത് കർക്കിടക മാസം 1-ാം തീയതി തീരുന്നതിന് മുൻപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ അർദ്ധരാത്രി 12 മണി ആകുന്നതിന് മുൻപെങ്കിലും നിങ്ങൾ ഇത് ഘട്ടം ഘട്ടമായിട്ടാണെങ്കിൽ പോലും ഇത് എഴുതി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാവിലെ ഒരു 100 പ്രാവശ്യം എഴുതി, ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു 100 പ്രാവശ്യം എഴുതി, ഉച്ചയ്ക്ക് ഒരു 100 പ്രാവശ്യം എഴുതി, വൈകുന്നേരം ഒരു 200 പ്രാവശ്യം എഴുതി, വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു 300 പ്രാവശ്യം എഴുതി, അങ്ങനെ 1000 പ്രാവശ്യം രാത്രി 12 മണിക്ക് മുൻപ് നിങ്ങൾ എഴുതി തീർത്താലും മതി. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ 1000 തവണ എന്നതൊരു വലിയ സംഖ്യയായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഏകാഗ്രതയോടുകൂടി നിങ്ങൾ എഴുതാൻ ആരംഭിച്ചാൽ വെറും 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ടോ നിങ്ങളിത് ഉറപ്പായിട്ടും പൂർത്തിയാക്കിയിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ടി വി കണ്ടുകൊണ്ടോ മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ ഈ ഫോണൊക്കെ കണ്ടുകൊണ്ടോ ഒരിക്കലും ഇത് എഴുതരുത്. ഓരോ തവണ ഓം ശ്രീരാമ ജയം എന്ന് കൃത്യമായി എഴുതുമ്പോഴും ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിൽ നിറഞ്ഞ്, അതായത് മനസ്സിൽ പകർത്തിക്കൊണ്ട് വേണം എഴുതി തീർക്കുവാൻ. പറഞ്ഞ പോലെ നിങ്ങൾ ഈ തെളിച്ചു വെച്ച നിലവിളക്കിന് മുന്നിൽ വെച്ചാണ് നിങ്ങളിത് എഴുതി തീർക്കുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. അങ്ങനെ പൂർത്തിയാക്കിയ ശേഷം ആ ബുക്ക് പിന്നീട് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ അലമാരയിലോ ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കാം. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഇതുപോലുള്ള ആവശ്യത്തിന് വേണ്ടി വീണ്ടും എടുക്കാൻ സാധിക്കും. ഇത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ നെഗറ്റീവ് ചിന്തകൾ മാറി വലിയൊരു ആത്മവിശ്വാസം നമ്മളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ വന്നു ചേർത്തിരിക്കും. ഇങ്ങനെ കിട്ടുന്ന ആത്മവിശ്വാസം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും പ്രതിഫലിച്ചിരിക്കും. അതായത് ഈ പറഞ്ഞ തടസ്സങ്ങൾ അത് ഓരോന്നോരോന്നായി മാറിപ്പോകാൻ ഇത് വഴിതെളിച്ചിരിക്കും. അതിലൂടെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാനും തുടങ്ങും. അപ്പോൾ വാസ്തവത്തിൽ ഈ കർക്കിടകം എന്നത് ഒരു കാത്തിരിപ്പാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ആ ഒരു കാത്തിരിപ്പ്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.